വായിക്കാം. സത്യവിശ്വാസം യമനികമാണ്. സത്യതത്വങ്ങൾ യമനികമാണ്. ഇസ്ലാമിക വിശ്വാസത്തിനും അതിന്റെ ആചാരാനുഷ്ഠാന രീതികൾക്കും യമനുമായി ബന്ധമുണ്ടെന്ന് സാരം. കേരളത്തിലെ സത്യാദർശ പ്രചാരണത്തിൽ യമനി സ്പർശം കൂടുതൽ പ്രകടമാണ്. മഹാന്മാരായ ജിഫ്രി സദാത്തുക്കൾ, ബാ അലവി സദാത്തുക്കൾ, മഖ്ദൂം കുടുംബം എന്നിങ്ങനെ പണ്ഡിത സാദാത്തുക്കളുടെ തായ്വീരുകൾ യമനിലാണ്. ബഹുമാന്യരായ ശൈഖൂന ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ കുടുംബത്തിന്റെ തായ്വേരും യമനിലാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പിതാമഹൻ സയ്യിദ് അലി ഹാമിദ് ബാ അലവി തങ്ങളുടെ കൂടെ ഒരു സേവകനായി കേരളത്തിലെത്തിയ പണ്ഡിതനായിരുന്നു മുഹമ്മദ് കോയ മുസ്ലിയാർ. കോഴിക്കോട് സയ്യിദ് അവർകൾ പ്രവർത്തനം കേന്ദ്രീകരിച്ച സ്ഥലം പുതിയ അങ്ങാടിയായി മാറി. അങ്ങനെ അവിടം പുതിയങ്ങാടി എന്നറിയപ്പെട്ടു. കേരളത്തിൽ നിന്ന് വിവാഹം ചെയ്ത് ഇവിടെ താമസമാക്കിയ തങ്ങളുടെ കൂടെ മുഹമ്മദ് കോയ എന്നവരും താമസിച്ചു. പുതിയങ്ങാടി സയ്യിദുമാർ ആ മഹാപണ്ഡിതനെ വളരെയേറെ ആദരിച്ചു. അന്ത്യവിശ്രമത്തിനായി അവരുടെ മഖ്ബറയ്ക്ക് മധ്യേ സ്ഥലവും നൽകി. അദ്ദേഹം പുതിയങ്ങാടി സാദാത്തുക്കൾക്കിടയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മുഹമ്മദ് കോയ മുസ്ലിയാരുടെ പുത്രനായ അബൂബക്കർ എന്ന പണ്ഡിത വര്യന്റെ മകനായിരുന്നു എഴുത്തച്ഛൻ കണ്ടി വീട്ടിൽ കോയട്ടി മുസ്ലിയാർ. പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്നു അദ്ദേഹം. കോയട്ടി മുസ്ലിയാർ ഫാത്തിമ ദമ്പതികളുടെ സന്തതികളിൽ ജീവിച്ചിരുന്നത് 9 പേരായിരുന്നു. 7 ആണും 2 പെൺകുട്ടികളും. ആൺമക്കളെയെല്ലാം പാരമ്പര്യത്തിന്റെ ശീലിൽ പണ്ഡിതരാക്കി വളർത്തി. അവരെല്ലാവരും കേരളത്തിന്റെ ആത്മീയ നഭോമണ്ഡലത്തിലെ തിളങ്ങുന്ന താരങ്ങളായിരുന്നു. മാതാപിതാക്കളും പിതാമഹൻ അബൂബക്കർ മുസ്ലിയാരും സഹോദരങ്ങൾ ഉസ്മാൻ മുസ്ലിയാർ, അലി മുസ്ലിയാർ എന്നിവരും ഈ മക്ബറയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ശൈഖൂന ഹസൻ മുസ്ലിയാർക്കും അല്ലാഹു നിശ്ചയിച്ചത് ഇവിടെ അന്തിയുറങ്ങാനാണ്. 1926 കോയട്ടി മുസ്ലിയാരുടെ 6ാമത്തെ പുത്രനായി നമ്മുടെ സ്മരിയ പുരുഷൻ ഇ.കെ. ഹസൻ മുസ്ലിയാർ പറമ്പിൽ കടവിൽ എഴുത്തച്ഛൻ കണ്ടി വീട്ടിൽ ജാതനായി. ഇതാണ് 7 പണ്ഡിത കേസരികൾക്ക് ജന്മം നൽകിയ ഇ.കെ. തറവാട്. കൂടുതൽ പരിഷ്കരണങ്ങൾക്ക് വിധേയമാകാതെ അതിന്നും നിലനിൽക്കുന്നു. അനുജൻ അബ്ദുല്ല മുസ്ലിയാരും കുടുംബവുമാണ് ഇപ്പോഴിവിടെ താമസിക്കുന്നത്. ഈ കാണുന്ന തറ ചരിത്രമുറങ്ങുന്ന ഈ ഭവനത്തിലെ ഒരു പ്രത്യേക സ്ഥാനമാണ്. ആത്മീയ കേരളത്തിന്റെ കെടാവിളക്കുകൾ, സമസ്തയുടെ സാരഥികൾ, പണ്ഡിത സാദാത്തുക്കൾ, മർഹൂം സി.എം. വലിയുല്ലാഹി തുടങ്ങിയവരൊക്കെ വിശ്രമിക്കുകയും അന്തിയുറങ്ങുകയും ചെയ്ത തറയാണിത്. ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഉമർ മുസ്ലിയാർ, ഉസ്മാൻ മുസ്ലിയാർ, അലി മുസ്ലിയാർ, അഹമ്മദ് മുസ്ലിയാർ എന്നിവരാണ് ജ്യേഷ്ഠ സഹോദരങ്ങൾ. അബ്ദുല്ല മുസ്ലിയാരാണ് ഏക അനുജ സഹോദരൻ. 2 സഹോദരിമാരുമുണ്ട്. വീട്ടിലെ പ്രാഥമിക പഠന പരിശീലനങ്ങളോടൊപ്പം തൊട്ടടുത്തുള്ള ചെലവൂർ മാപ്പിള സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ഇപ്പോൾ AMLP സ്കൂൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. പ്രാഥമിക പഠനത്തിനു ശേഷം ചെറുമുക്ക്, കോട്ടുമല, ഇടപ്പള്ളി, തളിപ്പറമ്പ്, പാറക്കടവ്, നെടിയിരുപ്പ്, പരപ്പനങ്ങാടി, കോടഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓതിപ്പഠിച്ചു. ശേഷം വേലൂർ ബാഖിയാത്തിൽ നിന്ന് മൗലവി ഫാലിൽ ബാഖവി അഥവാ MFB ബിരുദം നേടി. പിതാവിനു പുറമെ ജ്യേഷ്ഠ സഹോദരനായ ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഉള്ളാൾ സയ്യിദ് അബ്ദുൾ റഹ്മാൻ അൽ ബുഖാരി, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ഇടപ്പള്ളി അബൂബക്കർ മുസ്ലിയാർ, കോയപ്പ കുഞ്ഞിമുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയവരാണ് പ്രധാന ഗുരുവര്യർ. വിജ്ഞാനത്തിന്റെ അകക്കാമ്പറിഞ്ഞ് ദർസ് നടത്തിയ മഹാപണ്ഡിതശ്രേഷ്ഠരാണ് എല്ലാവരും. അവരിൽ നിന്നും ജ്ഞാനമത് നുകർന്ന ഹസൻ മുസ്ലിയാരിൽ അത് പത്തരമാറ്റിൽ തിളങ്ങി. ആത്മീയ കേരളത്തിന്റെ ജ്ഞാനജ്യോതിസ് വന്ദ്യരായ സി.എം. വലിയുല്ലാഹി, ഷിറിയ അബ്ദുള്ളക്കുഞ്ഞി മുസ്ലിയാർ തുടങ്ങിയവർ ശൈഖുനായുടെ സതീർത്ഥരായിരുന്നു. സഹോദരൻ അബ്ദുള്ള മുസ്ലിയാർ അതിങ്ങനെ ഓർക്കുന്നു.
മടവൂർ മൂപ്പറും അസംഖായും ശരീക്കന്മാരായിട്ട് CM അസംഖായും ശരീക്കന്മാരായിട്ട് താമസിച്ചിട്ടുണ്ട്. പഠനകാലത്ത് ചർവിത ചർവണത്തിലൂടെ വിവിധ വിജ്ഞാന ശാഖകളിൽ വ്യുൽപ്പത്തി നേടി. 5ാം ക്ലാസ്സിൽ നിന്നും ഭൗതിക വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്ന ഹസൻ മുസ്ലിയാർ ദർസ് വിദ്യാർത്ഥി ജീവിതകാലത്ത് അത്യാവശ്യമായ മലയാള ഭാഷാ പരിജ്ഞാനം നേടാനും അവസരം കണ്ടു. അത് പിന്നീട് സുന്നി കൈരളിക്ക് അമൂല്യമായ സാഹിത്യ സംഭാവന നൽകുന്നതിന് കാരണമാവുകയുണ്ടായി. താൻ നേടുന്ന വിജ്ഞാനം വിതരണത്തിനും സുന്നത്ത് ജമാഅത്തിന് സേവനം ചെയ്യാനുമുള്ളതാണെന്ന ഉൾവിളിയുണ്ടായതുപോലെയായിരുന്നു ശൈഖുനായുടെ വിദ്യാർത്ഥി ജീവിതം. തദനുസൃതമായ ശീലങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറെ പ്രകടമായിരുന്നു. ദീർഘകാലത്തെ സഹപ്രവർത്തകനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അയവിറക്കുന്നതിങ്ങനെ: പണ്ഡിതന്മാരിൽ ചിലർ പ്രസംഗവൈഭവം ഉണ്ടാകും, അതേസമയം വലിയ വലിയ കിതാബുകൾ ദർസ് നടത്താനുള്ള കഴിവ് ഇല്ലാതിരിക്കും. മറ്റു ചിലർക്ക് മുഴുവൻ കിതാബുകളും ദർസ് നടത്താനും പഠിപ്പിക്കാനും സാധിക്കും. പൊതു സ്റ്റേജിൽ പ്രസംഗിക്കാൻ കഴിയില്ല. ചിലർ ദർസ് നടത്തുകയോ പ്രസംഗിക്കുകയോ ചെയ്താൽ തന്നെ ജനങ്ങളിലേക്ക് ഉദ്ദേശിച്ച കാര്യം പൂർണ്ണമായി എത്തിച്ചു കൊടുക്കാനും ധരിപ്പിക്കാനും കഴിവുണ്ടാകില്ല. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് പണ്ഡിതന്മാർ. എന്നാൽ മർഹൂം EK ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു ഏറ്റവും വലിയ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇൽമ് പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതനാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും ഫിഖ്ഹും ഉസൂലുൽ ഫിഖ്ഹും നഹ്വും സർഫും തസവ്വുഫും അങ്ങനെ തുടങ്ങി എല്ലാ വിധത്തിലും നല്ല പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതൻ ആയിരുന്നു. അതേ ഇൽമ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനും അവരുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്നതിനും തൻ്റെ കഴിവ് വളരെ വലിയ കഴിവായിരുന്നു. അതോടൊപ്പം അള്ളാഹുവിന് വേണ്ടി കോപിക്കലും അള്ളാഹുവിന് വേണ്ടി പ്രിയം വെക്കലും ഈമാനിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ഹദീസിൻ്റെ ശരിയായ ഒരു ഉദാഹരണമായിരുന്നു മർഹൂം EK ഹസൻ മുസ്ലിയാർ. തൻ്റെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള സ്നേഹം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോടുള്ള സ്നേഹം, അതെത്ര ചെറിയവരായാലും വലിയവരായാലും സാധാരണക്കാരനായാലും പണ്ഡിതനായാലും എല്ലാവരോടും വളരെ നല്ല സ്നേഹവും വിനയവും